കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ? അവരോടും അവരുടെ പേരൻസിനോടും ആയിരിക്കും കൂടുതൽ പറയാനുണ്ടാവും. പുതിയൊരാൾ PR കിട്ടി വരാനിരിക്കുന്ന ഒരു ഫാമിലി ആയിക്കോട്ടെ, അവരോട് എന്താ ചേച്ചിക്ക് അന്നത്തെ ഓസ്ട്രേലിയ ഇന്നത്തെ ഓസ്ട്രേലിയ തമ്മിൽ വലിയ വ്യത്യാസം എന്ന് തോന്നുന്നു? അങ്ങനെ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്, പക്ഷെ അത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കൊച്ചുങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് അത്യാവശ്യം നല്ല ചിലവാണ് കേട്ടിട്ടുണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഓൾറെഡി സിറ്റിസൺ ആയിട്ടുള്ള ആരെങ്കിലും ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇന്ന് അതായിക്കോട്ടെ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു ഓണപ്പരിപാടി ആയിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഉള്ളതാണ് സിൻസി ചേച്ചി. അപ്പോൾ സിൻസി ചേച്ചിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. സിൻസി ചേച്ചി ഇവിടെ ഇപ്പോൾ 9-10 വർഷമായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഒരാളാണ്. ചേച്ചിക്ക് എന്തായാലും എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം ഓസ്ട്രേലിയ, പണ്ടത്തെ ഓസ്ട്രേലിയയും ഇപ്പോഴത്തെ ഓസ്ട്രേലിയയും നമ്മുടെ വ്യത്യാസം ആയിക്കോട്ടെ, ഓസ്ട്രേലിയക്ക് ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതെല്ലാം ഷെയർ ചെയ്യാൻ ഓർത്തു. അപ്പം നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സിൻസി എന്നാണ്. ഇപ്പം നമുക്ക് ചേച്ചിയുടെ തന്നെ അറിയാം ചേച്ചിനെ പറ്റി. ചേച്ചി ഇപ്പോൾ എത്ര നാളായി ഓസ്ട്രേലിയയിൽ? 8 വർഷമായി വന്നിട്ട്. 8 വർഷമാണ്. ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചേച്ചി ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പം ചേച്ചിക്ക് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് ഏറ്റവും നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറയാനുള്ളത്? വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. വർക്ക് കൾച്ചർ വളരെ നല്ലതാണ്. അത്ര ഒരു ടെൻഷനൊന്നും ഇല്ല വർക്കിലെ പോലെ. പിന്നെ ഒരു സ്പെസിഫിക് ടൈം എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 9 to 5 എന്ന് പറഞ്ഞാൽ 9 to 5 അത്ര മാത്രം ജോലി ചെയ്താൽ മതി. നാട്ടിലെ പോലെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അയ്യോ അത് തീർക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു റഷ് ഇല്ല ലൈഫിന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വർക്ക് കൾച്ചർ അതാണ് എന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ഫാമിലി ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നമ്മൾ പാരൻസ് ഒക്കെ നാട്ടിലാണ്, അവിടുന്ന് ഇവിടെ ഫാമിലി ഇപ്പോൾ ചേച്ചി ഇപ്പോൾ കുട്ടികളുണ്ട്, ഭർത്താവൊക്കെ. അപ്പം ലൈക്ക് എന്താണ് ഇവിടെ ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നിടത്ത് എങ്ങനെ ഓസ്ട്രേലിയ നാട്ടിലെ വെച്ച് നോക്കാനായിട്ട്? കുറച്ചുകൂടെ നമുക്ക് ഫാമിലി ടൈം ഉണ്ടെന്നാണ് തോന്നി കമ്പാരിറ്റീവ്ലി. നാട്ടിലെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുക്കിങ്ങിനൊക്കെ ഒരുപാട് സമയം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്താണ്. പിന്നെ പേരൻസ് ഇപ്പൊ നാട്ടിലാണെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് അവരെ കൊണ്ടുവരൊക്കെ ചെയ്യാമോ? അവരൊക്കെ പ്രായമായ എന്നാലും നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ നാട്ടിലായിരുന്നെങ്കിലും ഞങ്ങൾ വേറെ ഒരു സിറ്റിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി വേറെ ആയിരുന്നു നിന്നോണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെയും ഇവിടെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നുന്നില്ല. ഇവിടെയും പിള്ളേർ സ്കൂളിൽ പോകുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു. ചേച്ചി പറഞ്ഞല്ലോ 8 വർഷം മുന്നേ ഓസ്ട്രേലിയയിൽ വന്നതാണ്. അന്നത്തെ ഓസ്ട്രേലിയ ഇന്നത്തെ ഓസ്ട്രേലിയ തമ്മിൽ വലിയ വ്യത്യാസം ഒന്ന് തോന്നുന്നുണ്ടോ? കാര്യം ഇപ്പോൾ കുറേ പേര് പറഞ്ഞു കൾച്ചറലി ഭയങ്കര മാറ്റങ്ങൾ വന്നു. കാര്യം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇന്ത്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു കൾച്ചർ നമുക്ക് ഓസ്ട്രേലിയയിൽ വന്ന ഓസ്ട്രേലിയ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിറയെ കൂടുതൽ ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ ചിലർ പറഞ്ഞു ഇതിപ്പോൾ ഓസ്ട്രേലിയ ആണോ ഇന്ത്യ ആണോ എന്നൊരു സംശയം. അത് അത്രയും വ്യത്യാസം വന്നെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്? എനിക്ക് അത്ര വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ വന്ന സമയത്തേലും സ്റ്റുഡൻസ് കൂടുതൽ വരുന്നുണ്ട് ഒബ്വിയസ്ലി. അതർവൈസ് എനിക്ക് അത്ര ഒരു ഡിഫറൻസ് തോന്നുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു മൾട്ടി കൾച്ചറൽ മീൻസ് എൻ്റെ കമ്പനിയിൽ ഒരുപാട് മൾട്ടി കൾച്ചറൽ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് എനിക്കൊരു കൂടുതൽ ഇന്ത്യൻസ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം ചർച്ചിലൊക്കെ ആണെങ്കിലും നമ്പർ ഓഫ് ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികൾസ് കൂടുതലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ഇൻക്രീസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. സാധാ ഒരു ഇത് പോലെ. പിന്നെ ചേച്ചി PR കിട്ടിയിട്ട് വന്നതാണ്? കിട്ടിയിട്ട് വന്നതാണ് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് തന്നെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫീൽഡിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. PR കിട്ടി. അതിനുശേഷം ഹസ്ബൻഡ് വന്ന് ജോലി കിട്ടി. അതിനുശേഷമാണ് ഞാൻ വന്നത്. ഓക്കെ. ഇപ്പം റീസെൻ്റ്ലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻഫ്ലേഷനാണ്, സാധനങ്ങളുടെയൊക്കെ റേറ്റ് കൂടി എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. അത് ശരിയായിട്ട് ചേച്ചിക്ക് തോന്നുന്നു? വളരെ ശരിയാണ്. അതിപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു നെഗറ്റീവ് സൈഡ് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈഡ് കുറേ ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചിട്ട് നമുക്കിവിടെ ഓസ്ട്രേലിയക്ക് കുറേ പേരെ വിളിച്ചുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ആക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചാനലിൽ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറയാൻ ശ്രമിക്കാറുണ്ട്. കാര്യം നമുക്കിത് ആരെയും ഇമ്പ്രസ് ചെയ്യിക്കാനുള്ളൊരു ചാനലൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഓസ്ട്രേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രാജ്യമാണ്, വരാൻ പറ്റിയൊരു രാജ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ പോസിറ്റീവ് സൈഡുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുണ്ട്. പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയിരുന്ന് വരാൻ പറ്റില്ല. അപ്പോൾ കുറേ പേര് കമൻസ് ഇടാൻ വരുന്നതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാണ്. പോസിറ്റീവ് സൈഡ് കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് നെഗറ്റീവ് സൈഡും അറിയണം. അപ്പോൾ ചേച്ചിയുടെ നമുക്ക് ഓസ്ട്രേലിയ വന്നുകൊണ്ട് ഇപ്പം
വന്നതുകൊണ്ട് നെഗറ്റീവ് അല്ല, ഓസ്ട്രേലിയയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ചേച്ചിക്ക് എന്നാ പറയാനുള്ളത്? ഹെൽത്ത് സിസ്റ്റം കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതായത് വെയിറ്റിംഗ് പീരീഡ്, ഇപ്പം നമ്മളൊരു എമർജൻസി ആയിട്ടൊരു സിറ്റുവേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് നഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും കുറവ് കൊണ്ടാണ്. അതർവൈസ് എനിക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, ജോലി, പിന്നെ അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലത് തന്നെയായിട്ട് എനിക്ക് കൂടുതലും പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വേറൊരു കൺട്രിയിലോട്ടാണ് വരുന്നത്. ഈ കൺട്രിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ഗവൺമെന്റ് തരുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ ജോലി എടുക്കുക, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇൻഫ്ലേഷനാണ്, സാധനങ്ങൾക്ക് പൈസ കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലായി, ഇപ്പൊ കാനഡ വെച്ച് നോക്കിക്കോട്ടെ, UK വെച്ച് നോക്കിക്കോട്ടെ, ന്യൂസിലാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പേ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പേ റേറ്റ് കിട്ടുന്ന ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. അപ്പൊ നമുക്കിതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതിന് ഇപ്പൊ ആസ് എ സ്റ്റുഡന്റ് ആണെങ്കിലും ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ അത്രയും ആളുകൾ പറയുന്ന അത്ര എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന അത്ര എനിക്ക് തോന്നിയിട്ടില്ല. വില കൂടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഓരോ വർഷം അവർ അതനുസരിച്ചുള്ള ഇത്ര ശതമാനം നമ്മുടെ പേ റേറ്റ് ആണെങ്കിലും കൂട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ടോ സിംഗിൾ ആയിട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. അപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്നു, അവരുടെ എക്സ്പെൻസ് അവര് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അവരുടെ എക്സ്പെൻസ് കൂടും. അപ്പൊ അത് ശരിക്കും ഫാമിലീസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മര്യാദക്ക് ഒരു നോർമൽ 38 hours പെർ വീക്ക് ഒക്കെ ജോലി ചെയ്ത് 2 പേരും ജോലി ചെയ്തൊക്കെ ജീവിക്കുവാണെങ്കിൽ ജീവിച്ചു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എപ്പോഴും ഒരു എന്തേലും ഒരു സേവിങ്സ് പോലെയും കരുതുക. അതാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നാൽ നമുക്ക് എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ സൈഡിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ചിൽഡ്രൻസ് പഠിപ്പിക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിന് അത്യാവശ്യം നല്ല ചെലവാണ് കേട്ടിട്ടുണ്ട്. അതിന് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഡിസിഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ നമുക്ക് കാത്തലിക് സ്കൂളിൽ വിടണമെങ്കിൽ വിടാം, ഗവൺമെന്റ് സ്കൂളിൽ വിടണമെങ്കിൽ വിടാം. കാത്തലിക് സ്കൂളിൽ എക്സ്പെൻസീവ് ആണ്, ഗവൺമെന്റ് സ്കൂളിൽ വളരെ എക്സ്പെൻസ് കുറവാണ്, ഭയങ്കര എക്സ്പെൻസ് കുറവാണ്. പിന്നെ നല്ല സ്കൂൾ സിസ്റ്റവുമാണ് കമ്പയർഡ് ടു ഇന്ത്യ. എനിക്ക് ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം തന്നെ, കാരണം ഒത്തിരി അങ്ങനെ പുഷ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ പിള്ളേർക്ക് അവരുടെ പാഷൻ കണ്ടുപിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. എനിക്ക് ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം ഞാൻ ഇഷ്ടമാണ് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ. ചേച്ചിക്ക് വേറൊരു ചോദ്യം, ഇവിടെ വന്നിട്ട് റേസിസം എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ട്? എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും? എനിക്കൊരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോലി തന്നെയാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അവിടെയൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു കിട്ടിയത്. ഇപ്പോഴും അതെ, നമ്മളൊരു മൈഗ്രൻ്റ് ആണെന്നോ അങ്ങനെ ഒരിക്കലും എനിക്കിതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ PR-ന് അപ്ലൈ ചെയ്തു കിട്ടിയിട്ടാണ് വന്നത്. ഒരു വ്യത്യാസം എപ്പോഴും. അതുകൊണ്ട് ഞാൻ അതിനെ മീൻസ് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളിവിടെ അപ്ലൈ ചെയ്തു, അത് കിട്ടി, അതുകൊണ്ടാണ് വന്നത്. പിന്നെ നമ്മൾ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ബോധമെടുക്കും. നമ്മുടെ നാട്ടിലാണേലും വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നവരെ നമ്മളെല്ലാവരും ഒരേ കണ്ണുകൊണ്ടല്ല നോക്കുന്നത്. അപ്പൊ പിന്നെ കാണുമായിരിക്കും, ഉള്ളവരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തവരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ ഓണ പരിപാടിക്കല്ല വന്നത്, അപ്പൊ കുറെ മലയാളീസിനെ കണ്ടു. അപ്പൊ ചേച്ചി അവരുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തത്? അവർ നേരത്തെ അറിയാവുന്നോ അത് ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണോ? ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഹസ്ബൻഡിന്റെ ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു ഫാമിലി അറിയുള്ളായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ പോയി, പിന്നെ പിള്ളേരുടെ സ്കൂളിൽ ചേർന്നു. അങ്ങനെ ആണ് ഓരോരുത്തരെയൊക്കെ പരിചയപ്പെട്ടത്. പിന്നെ അവര് പിള്ളേർ ഫ്രണ്ട്സ് ആയതോടുകൂടി ഞങ്ങളും ഫാമിലി അങ്ങനെ ഫ്രണ്ട്സായി. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ പള്ളിയിലൊക്കെ പോയപ്പം ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പം നമ്മൾ എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോൾ എങ്ങനെ നമ്മളിവിടെ മാക്സിമം ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്? ഇപ്പം നമ്മളിപ്പോൾ ഓണാഘോഷങ്ങൾ തന്നെ എല്ലാ വർഷവും എല്ലാ പരിപാടിയും അങ്ങനെ ആഘോഷിക്കാറുണ്ട്. നമുക്ക് എക്സ്റ്റെൻഡഡ് ഫാമിലി ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ബർത്ത്ഡേയോ അങ്ങനെയൊക്കെ പിള്ളേരുടെ ബർത്ത്ഡേ ഒക്കെ പിന്നെ ഔട്ടിങ്ങിന് പോവാറുണ്ട്. അങ്ങനെ
ചില കാര്യങ്ങൾ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. പക്ഷെ അത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നിയ. അതായത് പുതിയൊരു കുട്ടി വരുവാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അയ്യോ അത് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. അപ്പോൾ അത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നിയ ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയില്ല. പിന്നെ റെന്റിന് വീട് എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാണ് റെന്റിന്റെ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞത്. പിന്നെ സ്കൂളിങ്ങിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി നേരത്തെ പക്ഷേ ഞങ്ങളവിടെ നിന്ന് മൂത്ത ആള് grade 1 ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓൾറെഡി ബ്രദർ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എല്ലാം പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഓൾവേസ് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തൊന്ന് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ബുദ്ധിമുട്ടേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ ഒരിടത്ത് വന്നു പിള്ളേരെ നമുക്കൊരു ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതിപ്പം നമ്മൾ നാട്ടിൽ നിന്ന് എന്ത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാലും നമുക്കിവിടെ ജോലി കിട്ടാൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടിയത്. ഒരു തുടക്കത്തിലെ സ്ട്രഗിൾ എല്ലാവർക്കും ഉണ്ട്. അതിപ്പം നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയാലുണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഒക്കെ തന്നെ. പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രഗിൾ ഉണ്ടാവും. ഇപ്പൊ പുതിയൊരാള് PR കിട്ടി വരാനിരിക്കുന്ന ഒരു ഫാമിലി ആയിക്കോട്ടെ, അവരോട് എന്താ ചേച്ചിക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചി പറയാം? മാക്സിമം ആദ്യം ഒരാൾക്കെങ്കിലും ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ ഇപ്പം ചിലപ്പോൾ നാട്ടിൽ നമ്മളൊരു ജീവിച്ച ഒരു സ്റ്റാറ്റസിൽ നമുക്ക് ഇനിഷ്യലി ഇവിടെ വരുമ്പോൾ തന്നെ ജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നി. ഇപ്പം ഞങ്ങളുടെ കേസിലാണ് ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ കുറേ നാൾ എനിക്ക് ജോലി ഇല്ലാതിരുന്നു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡിപ്രഷൻ വേണമെങ്കിലും ഉണ്ടാകാം. അത് നോർമലാണ്, അതെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ട് വരിക, അതാണ് പറയാനുള്ളത്. പിന്നെ ലൈഫ് ആകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കും. അല്ലെ ഇവിടെ വന്നു കഴിയുമ്പോൾ എൻ്റെ അനുഭവം ആയിരിക്കില്ല വേറൊരാൾക്ക്. അപ്പം അത് പ്രിപ്പയർ ചെയ്ത് വരിക എന്നാ വന്നാലും. പിന്നെ നമ്മൾ നല്ലതായിട്ട് ജീവിക്കുക, നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു നമുക്കൊരു കുറേ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ജോലി കിട്ടും. ആദ്യത്തെ ഒരു 5-6 ഇൻ്റർവ്യൂ ഒക്കെ ചിലപ്പോൾ ഫ്ലോപ്പായി പോയെന്നിരിക്കും. പക്ഷെ നമുക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു ജോലി കിട്ടും. അപ്പം നമുക്ക് ഉറപ്പായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആദ്യത്തെ ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ഇച്ചിരി നാട്ടിൽ ചിലപ്പോൾ രണ്ടുപേരും ജോലി ഉണ്ടായിരുന്നു, ഒരു വെൽ സെറ്റിൽഡ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ അത് പെട്ടെന്ന് പറ്റില്ല. അപ്പം അതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരിക എന്നുള്ളത് നന്നായിരിക്കും. നാട്ടിൽ നിന്ന് കുറേ സ്റ്റുഡൻസ്, ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുറേ പേര് വരുന്നുണ്ട്. അപ്പം അവരോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ? അവരോടും അവരുടെ പേരൻസിനോടും ആയിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക. കാരണം ഇപ്പം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നമ്മളൊരു 24 years ഒരു പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. ഇവിടെ ഒരു 15 years തൊട്ട് പിള്ളേർ ജോലി ചെയ്യാൻ തുടങ്ങും. അപ്പം നാട്ടിൽ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് പഠിക്കുക, അത്യാവശ്യം വീട്ടുജോലിയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുക. പിന്നെ ഈ നാട്ടിൽ നമ്മൾ പാമ്പർ ചെയ്ത പിള്ളേരെ വളർത്തുന്നത്. അപ്പം അതൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനൊന്നും അവർക്ക് ബുദ്ധിമുട്ട് കാണില്ല. അപ്പം ഇവിടുത്തെ പിള്ളേരായിരിക്കും കുറച്ചുകൂടെ ഇമോഷണലി സ്ട്രോങ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാട്ടിൽ നമ്മളൊരു 24 years വരെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ഇവിടെ 15 അല്ലെങ്കിൽ 16 years ആകുമ്പോൾ പിള്ളേർ ഇൻഡിപെൻഡൻ്റ് ആകും ഫൈനാൻഷ്യലി. അപ്പം അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുമ്പം പിള്ളേർക്ക് പെട്ടെന്ന് ഒരു ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം ജോലി കിട്ടാനുള്ള താമസം അതൊക്കെ. അപ്പം അത് പിള്ളേർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത്. അപ്പം നാട്ടിൽ നിന്ന് തന്നെ ഇച്ചിരി ജോലിയൊക്കെ ചെയ്യാനും. പിന്നെ ചിലവരെങ്ങനെയാന്ന് വെച്ചാൽ തുടക്കത്തിൽ അയ്യോ ഈ ഒരു ജോലി ഞാൻ എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ ആവുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. മീൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ. കാര്യം നാട്ടിലൊന്നും ഞാനിത് ചെയ്ത് ശീലിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പം ഞാൻ പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ MBBS പഠിക്കുന്ന പിള്ളേർ പോലും ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്നതായിട്ട്. അപ്പം ഇപ്പം നമ്മൾ വളർന്നൊരു സാഹചര്യം അല്ല. നമ്മൾ നാട്ടിൽ വൈറ്റ് കോളർ ജോബ് അത് ഇത് എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു തിങ്കിങ്ങിലോട്ട് വരണേ കുറച്ച് പാടുണ്ട്. അപ്പം നാട്ടിലും ഇങ്ങനത്തെയൊക്കെ സിസ്റ്റം ആകുവാണെങ്കിൽ നന്നായിരിക്കും.
പിന്നെ ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ 15 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്ത് കൊടുക്കുന്നു. ഞാൻ വേറൊരു കാര്യം കേട്ടാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ റെൻറ്റ് കൊടുക്കുന്നു. ലൈക്ക് 18 വയസ്സായിട്ടും മൂവ് ഔട്ട് ചെയ്തില്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുന്നു. അത് എനിക്ക് തോന്നുന്നില്ല മലയാളീസിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല, പക്ഷേ അല്ലാത്ത ഇത് അതിനോട് ചേച്ചിക്ക് എന്താ? ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്ക് ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ മാനേജേഴ്സിൻ്റെ കുട്ടികളൊക്കെ മൂവ് ഔട്ട് ചെയ്യാത്തവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ മലയാളികളുടെ വീട്ടിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ വൺ ഓർ അനദർ വേ അത് നല്ലത് തന്നെയായിരിക്കും. കാരണം ഓസ്ട്രേലിയൻസ് ഒന്നും അങ്ങനെ നമ്മളെ പോലെ സേവ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഒന്നും ഉള്ളവരല്ല. അപ്പം അവരുടെ ആ സിസ്റ്റം വെച്ച് അവർക്കത് കുഴപ്പമില്ല. അവർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അങ്ങനെ അത്രയും ഫോർവേഡ് അല്ല. നമ്മൾ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാവുന്ന അത്രയും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു 80 or 90% മലയാളികളുടെ പിള്ളേരും പാർട്ട് ടൈം ജോലിക്ക് 15 അല്ലെങ്കിൽ 16 ഇയേഴ്സിൽ പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഇപ്പം ഞങ്ങൾ വന്ന സമയത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും വിടുന്നുണ്ട്. അവരും നമ്മളും റിയലൈസ് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഒരു ഗുണങ്ങൾ. അപ്പം പിള്ളേരും പോകുന്നുണ്ട്. പിള്ളേർക്കും ചെറിയ വയസ്സിൽ തന്നെ പൈസയുടെ വാല്യൂ അറിയാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും തോന്നാനുള്ള കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നോ. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ചുകൂടെ നേരത്തെ അന്ന് PR കിട്ടാനും എളുപ്പമായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും ഒബ്വിയസ്ലി പെട്ടെന്ന് തന്നെ കിട്ടി. പക്ഷെ അതിന് മുന്നേ വന്നായിരുന്നേ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരുന്നു. വീടെടുക്കാനൊക്കെയാണ് റീസെന്റ് ഈ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ സാധനങ്ങളുടെ ഒക്കെ ഇപ്പൊ ബിൽഡ് ചെയ്തപ്പോ വീടാണ് വാങ്ങണമെങ്കിലും ഭയങ്കര പൈസയാണ്. അപ്പൊ ആ സമയത്ത് മേടിച്ചിട്ട് നന്നായി. തീർച്ചയായിട്ടും. ഇപ്പൊ ഇനി പുതിയ ഇപ്പൊ ഫാമിലി ആയിട്ട് കുറെ പേര് വരുന്നുണ്ട്. അവർ ഫാമിലിയാണ്. ഇപ്പൊ പുതിയതായിട്ട് വരുന്നവരോട് ഇപ്പൊ അവർ ചിലപ്പോൾ തുടക്കത്തിൽ റെന്റ് എടുത്തായിരിക്കും ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആ റെന്റിന്റെ പൈസ അവള് ചിലപ്പോൾ മോർഗേജ് അടയ്ക്കാനെന്ന്. അത് ഇപ്പം ഇൻഫ്ലേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് പാടുണ്ട്. പക്ഷേ എന്നാണേലും പുതിയതായിട്ട് വരുന്നവർക്ക് വീട് വാങ്ങിക്കാൻ നല്ല പാട് തന്നെയുണ്ട്. കാരണം ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണേലും വേണമല്ലോ. അതുണ്ടാക്കാൻ പാടുപെടും. പക്ഷേ വീടൊക്കെ വാങ്ങിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ സമയം തന്നെ നമ്മൾക്ക് പിള്ളേർ വളരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുതെന്നാണ്. ചിലരുണ്ട് ഇങ്ങനെ എപ്പോഴും രണ്ടുപേരും മാറി മാറി ജോലിക്ക് പോയി പിള്ളേരുടെ കാര്യം അല്ലേ തന്നെ നമുക്ക് പല കാര്യങ്ങളും മിസ് ചെയ്യും. കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യം, പിള്ളേരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണം, പിക്ക് ചെയ്യണം. അതിനിടയ്ക്ക് കുറെ കൂടെ നമ്മൾ വർക്കഹോളിക് ആയാൽ പിള്ളേരുടെ കാര്യം നോക്കാൻ വേറെ ആരും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. പക്ഷെ എല്ലാം ഗ്രാജുവലി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം വേറെ ആൾ വീട് മേടിച്ചിട്ടുണ്ട്, നമുക്ക് ഉടനെ ചിലപ്പോൾ വാങ്ങാൻ പറ്റണം എന്നില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക, എന്നാലും സേവ് ചെയ്യുക, എന്നിട്ട് വീട് മേടിക്കാൻ ഉറപ്പായിട്ടും പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമ്മൾ സിറ്റിയോട് അടുക്കും തോറും വില കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീട് ഓപ്ഷന് പോകുമ്പോൾ കിട്ടണമെന്നില്ല. എന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇച്ചിരി ദൂരെയാണെങ്കിൽ അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ അറിയാമെങ്കിൽ ഒരു കാറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺവീനിയന്റ്. അതെ, എവിടെയാണെങ്കിലും നമുക്ക് ജോലിക്ക് വരാനും പോകാനും ഒന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ടൈം എടുക്കും. പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരിക്കും. സ്കൂളുണ്ടായിരിക്കും, ചൈൽഡ് കെയർ ഉണ്ടായിരിക്കും, മറ്റ് ഫെസിലിറ്റികൾ, ഷോപ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നും ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഗ്രാജുവലി നമ്മൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് വന്നോളും. ഇവിടെ ഒരു 99% മലയാളി ഫാമിലിയിലും പിള്ളേരെല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം മിക്കവാറും പിള്ളേർ ചൈൽഡ് കെയറിൽ പോകുന്നുണ്ട്. ചൈൽഡ് കെയറിൽ പോകുമ്പോൾ തന്നെ അവർ ആദ്യമേ പഠിപ്പിക്കുന്ന ഇൻഡിപെൻഡന്റ് ആവാൻ. അവിടെ ഒരു സാധനം നമ്മൾ ഇപ്പൊ എന്റെ കേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പറയും, ഷൂ പോലും നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. കാര്യം അവര് സ്വന്തം ചെയ്ത് പഠിക്കണം. അവര് സമയം എടുത്തോട്ടെ, പക്ഷെ അവര് ചെയ്ത് പഠിക്കണം. അതവർ വീട്ടിൽ ഫോളോ ചെയ്യും. പിന്നെയും നമ്മുടെ കൾച്ചർ കൊണ്ട് കുറച്ചൊക്കെ അവരെ വഷളാക്കി കളയുന്ന കുറച്ച് പാമ്പറൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതും വേണം. പിള്ളേർക്ക് സ്നേഹം ഉറപ്പായിട്ടും വേണം. അല്ലാതെ എല്ലാം അങ്ങ് ഇൻഡിപെൻഡൻ്റ് ആയി പോയി അവർ അങ്ങ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി പോകും. പക്ഷെ നമ്മുടെ സ്നേഹം അവർക്ക് വേണ്ട സമയത്ത് വേണം. അതുകൊണ്ട് ഇച്ചിരി നല്ലപോലെ സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ അതായിരുന്നു ഇന്നത്തെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത. ഇപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ടും തീർന്നു, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.
അതുകൂടാണ്ട് നമ്മൾ സിൻസ് ചേച്ചിക്ക് വലിയൊരു താങ്ക് യു പറയുകയാണ്. പിന്നെ റാപ്പ് ചെയ്യണതിന് മുന്നേ എനിക്ക് പറയാനുള്ള, ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഓസ്ട്രേലിയയിട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഇപ്പം തന്നെ ഓൾറെഡി 2000-ലധികം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം. അതുകൂടാണ്ട് കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു കാനഡ, UK, ന്യൂസിലാൻഡ്, അയർലൻഡ് ആൻഡ് ജർമ്മനി അവരുടെ കൂടി കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടി പ്രോസസ്സിലാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻസ്റ്റഗ്രാമിലൊരു DM അയക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചേച്ചിക്ക് ഞാൻ ഒരു താങ്ക് യു ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.